രേണുസുതി സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്ന രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് പ്രധാന ചർച്ചാ വിഷയം. അതിനെപ്പറ്റി ഒരുപാട് ടോക്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെപ്പറ്റി രേണുസുതി ഒരു ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അച്ചോടാ, ആ ചേച്ചിക്ക് ചാറ്റ് എന്താന്ന് ഓർമ്മയില്ല പോലും. ഒന്ന് ഓർപ്പിച്ചു കൊടുത്തേ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. സെലിബ്രേറ്റിയോ? അത് മറ്റുള്ളവർ പറയേണ്ട കാര്യമല്ലേ? നിങ്ങളിങ്ങനെ സ്വയമേ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നടന്നാൽ നാട്ടുകാരത് പുച്ഛത്തോടെ തള്ളിക്കളയുള്ളൂ. ഇതിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭാഷയാണ് പറയുന്നത്, സ്വയം പൊങ്ങി. ബാക്കി പറ. ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണം, ചായ കുടിക്കണം, നമുക്ക് എന്താ പറയുക ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലീസ് കോൺടാക്ട് മാനേജറാണ്. അപ്പോൾ എന്താണ് വ്യക്തികളുടെ അല്ലെങ്കിൽ ചാറ്റ് ലീക്കിൻ്റെ ഇഷ്യൂലൊക്കെ നിങ്ങൾ രേണുസുതിയുടെ പിക്കൊക്കെ കണ്ടതാണല്ലോ. വളരെ വൾഗറായിട്ടുള്ളൊരു പിക്കല്ലേ. കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അതിനകത്ത് ലൈംഗിക ചുവടുകളെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഓരോ മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചങ്ങ് അടിച്ചു താഴ്ത്തുന്നതാണ്. രേണുസുതി അവസാനം പറഞ്ഞൊരു പോയിന്റ്, ഒരു മോശം സമയം വരുമ്പോൾ എല്ലാവരും അടിച്ചു താത്തുകയാണെന്ന്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് പിടിക്കും. അതിനുള്ള ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തപ്പോൾ എന്തോ ഒരു ടാസ്കിൽ അക്ബർ നിങ്ങളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചല്ലോ. അപ്പോൾ അതിലെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു സ്ത്രീയല്ലേ. അത്തരം ഒരു മോശം പരാമർശം നിങ്ങൾ ഒരിക്കലും അർഹിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എല്ലാം തെളിവ് സഹിതം പുറത്ത് യൂട്യൂബേഴ്സ് വിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും ഷിയാസ് കരീമിനെ പറ്റി നമ്മുടെ രേണുസുതി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. ഷിയാസ് കരീമിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രേണുവിന്റെ ഒരു അഭിപ്രായം ഷിയാസിനെ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഷിയാസിനെ സുധിച്ചേട്ടനുള്ളപ്പോഴത്തെ അനിയമായിട്ടാണ് സുധിച്ചേട്ടൻ എന്നോട് പറയുന്നത്. എനിക്കും എന്നെക്കാളും 2-3 വയസ്സ് മൂത്താണ് തോന്നുന്നത്. എങ്കിൽ പോലും എനിക്ക് ഷിയാസ് അനിയെ കൂട്ടി കണ്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പിന്നെ എന്നെ പറ്റി ആരോപണോ? ഷിയാസിനെതിരായ തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. ആ വോയിസ് ചാറ്റൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. ഷിയു കൊഞ്ചല്ലേ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പെർഫെക്റ്റ് ആണ്, എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ആർക്കും നേരെ കഴിച്ചുകൊണ്ടാണ് സത്യമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. ആ പെണ്ണിന്റെ അടുത്ത് കൊഞ്ചിക്കൊഴയുന്നതൊക്കെ തെളിവ് സഹിതം മീഡിയാസ് വന്നതാണ്. ഫാമിലിക്കും പണം അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വന്നതാണ്. ഷിയാസ് പറഞ്ഞത് എന്താണ്, ഈ യുവതി ഫാമിലിയിൽ നിന്നൊക്കെ സ്വർണവും പണമൊക്കെ കൈപ്പറ്റി, അപ്പോൾ അതിനെതിരായൊരു കള്ളപ്പരാതിയാണ് തനിക്കെതിരെ വന്നതെന്ന്. എന്തൊക്കെയാണോ എന്തോ. കണ്ടില്ലേ, ഷിയാസ് കരീമിനെതിരെ ഇത്രയും തെളിവുകൾ രംഗത്ത് വന്നിട്ടും ഷിയാസ് കരീമിന് സപ്പോർട്ടാണെന്ന്. ഇവരൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്നു. എന്തായാലും രേണുസുതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുളപ്പുള്ളി ലീല എന്ന സിനിമാ നടി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അവര് പറയുന്നതും കൂടി ഒന്ന് കേട്ടു നോക്കാം. രേണുസുതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ രേണു അവൾ കുട്ടികളെ വളർത്തണം, അതിന് അവൾ കലാഫീൽഡ് ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. പലരും പലതും പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യം. അതാണ് പ്രധാന പ്രശ്നം. സമയം കിട്ടുമ്പോൾ യൂട്യൂബിലൊന്ന് കയറി രേണുസുതിയെ പറ്റി സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂവും ചാറ്റ് ലീക്ക് ഇഷ്യൂ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു വിലയിരുത്തൽ കിട്ടും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഓൺലൈൻ മീഡിയാസിൽ വന്ന് പ്രതികരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പൊ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ട് നിന്നെ അറിയാൻ എനിക്ക്. അവള് പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. പുറത്തിറങ്ങാറില്ലേ? പിന്നെ എങ്ങനെയാണ് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നത്? വിചിത്രം തന്നെ. ഇപ്പൊ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞ ആര് കൊടുക്കും പൈസ? മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കാലോ. എത്രയോ സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരൊക്കെ മരിച്ചിട്ടും യാതൊരുവിധ മോശം പേരും സമൂഹത്തിൽ കേൾപ്പിക്കാതെ ജീവിക്കുന്നത്. അവരൊക്കെ തന്നെ ഒരു ഉദാഹരണമല്ലേ. ബാക്കി പറ. കഴിയുന്നത് പോലെ അവള് കലാഫീൽഡ് ഇറങ്ങി അവള് വർക്ക് ചെയ്യണോ, അവളെ കുട്ടികളെ പോറ്റണം. ആ കുട്ടികൾ ഒന്നിനു മാത്രം ആവട്ടെ, അതിനുശേഷം പിന്നെ തീരുമാനിക്കാം അവൾ ഇറങ്ങേണ്ടി. കേട്ടില്ലേ, ഇതാണ് സിനിമാ നടിയുടെ മറുപടി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമല്ലോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.